പാലക്കാരൻ പോലെയല്ല. അവൻ ചുമ്മാ താടി, അവനെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരമൊന്നുമില്ല. അവൻ അന്വേഷിക്കാനാണ് ഇത്രയും വർഷമായി. അവൻ ഈ പാലയിൽ കിടക്കുമല്ലായിരുന്നു, ഇത്രയും വർഷമായി അവൻ ഈ വന്നിട്ട് ഈ നാടുകാണി ഇവൻ്റെ വ്യൂ പോയിന്റ് കിടക്കുക. 2 നാടുകാണിയുണ്ട്, ഒന്ന് മുട്ടമുണ്ട്, ഒന്ന് കുളമാവ് കഴിഞ്ഞിട്ടുള്ള ഒരു നാടുകാണിയുണ്ട്, ഇവിടെ ഒരു നാടുകാണിയുണ്ട്. ഈ നാടുകാണിയിലെ ജനങ്ങൾ എങ്ങനെ കിടക്കുന്നതെന്ന് അവന് പോലും അറിയത്തില്ല. ആ നാടുകാണി പോലെയല്ല ഈ നാടുകാണി. ഞാൻ ഇടുക്കിക്കാരനാണ്, എനിക്കറിയാം ഇതിൻ്റെ വിഷമം എന്നാന്നും ഇതിൻ്റെ ബുദ്ധിമുട്ടും എന്നാണെന്നറിയാം. ഈ ജനങ്ങൾ ഇവിടെ കിടക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ചേട്ടാ, ഒരു നേരത്തെ കഞ്ഞി ഇങ്ങനെ വാരി കുടിക്കുന്നുണ്ടല്ലോ, മഴ പെയ്താൽ പോയി അത് കുടിക്കണേ പേടിച്ചിട്ട് വേണം കുടിക്കാൻ. തമ്പുരാനെ ഇത് വയറ്റിലേക്ക് പോവുമോ അതോ മേളിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ഓർത്താണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇച്ചിരി കുഞ്ഞുങ്ങളാണെങ്കിലോ, നമ്മളാണെങ്കിൽ പിന്നെ പ്രായം വെച്ച് നോക്കാം. എന്നെ വെച്ച് കണക്കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പ്രായം വെച്ച് നോക്കാം. എൻ്റെ ഒരു കുഞ്ഞാണ്, ഇത്ര ഉള്ളൊരു കുഞ്ഞാണെങ്കിലോ അതിന് വാരി കൊടുക്കുമ്പോൾ നാല് ചെയ്യും ഒരു കല്ലിങ്ങ് വന്നാൽ പോരെ. ജീവൻ കിട്ടുമോ? താഴെ ചെന്നാലല്ലേ കിട്ടുള്ളൂ. കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ സർക്കാർ നോക്കുന്നുണ്ടോ? ഈ മെമ്പർമാർ നോക്കുന്നുണ്ടോ? 8 മാസം പ്രായമുള്ളൊരു കുഞ്ഞിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിൻ്റെ അവയവങ്ങൾ എടുത്തു മാറ്റി പല ആൾക്കാർക്കും കൊടുത്തു എന്നൊരു വാർത്തകൾ ജനങ്ങളെല്ലാം കണ്ടതാണ്. അങ്ങനെയുള്ള വാർത്തകളായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ളിടത്ത് പേരെടുക്കാനായിട്ട് ഉള്ള മന്ത്രിമാരും ഉള്ളവരെല്ലാം ചെന്നു. സിനിമാ പ്രേമികളും സിനിമാ നടന്മാരും നടിമാരെല്ലാം പോയി. പക്ഷേ നിങ്ങൾ പോകേണ്ടത് അവിടെയല്ല, ഈ നാടുകാണി മലയാണ് വന്ന് കാണേണ്ടത്. ഈ നാടുകാണി മലയിൽ ഇങ്ങനെയുള്ള ഈ പ്രദേശവാസികളുടെ താഴെ അമ്മവെപ്പുണ്ട്. ഈ പ്രദേശം മൊത്തം പാറമട കോറികളാണ്. ഈ പ്രദേശം മൊത്തം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടുകാണി മലയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ നിൽക്കുന്ന പാറയെ ഒരു പൊട്ടിച്ച് ടോർസൊക്കെ കയറ്റിക്കൊണ്ട് പോകും. ഇതുണ്ടാകാതിരിക്കുക. ഈ കല്ലെല്ലാം ഇളകി, ഈ താഴെയെല്ലാം ഇളക്കല് പോലെയുള്ളതാണ്. ഒരു 100-200 ടോർസ് വലിപ്പമുള്ള കല്ലുകളാണ്. ഈ താഴെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഈ പ്രദേശവാസികളെല്ലാം വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഒരു കോഴിമുട്ട പോലും അട വെച്ച് കഴിഞ്ഞാൽ വിരിയലാത്ത അവസ്ഥയിലാണ്. കാരണം മുട്ടകൾ തമ്മിൽ കൂട്ടിയിടിക്കും. 5-10 മുട്ട ഒരു കോഴിക്ക് അട വെച്ച് കഴിഞ്ഞാൽ ഈ പാറ ലോബികൾ പാറ പൊട്ടിച്ച് കഴിയുമ്പോൾ മുട്ടകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പൊട്ടിപ്പോവും. കോഴി തന്നെ അവരാവും, അടയിരിക്കുന്ന കോഴി തന്നെ അവരാവും. താൻ അടയിരുന്ന മുട്ട പൊട്ടിപ്പോയല്ലോ എന്നോർത്തുണ്ട്. ഒരു സ്ത്രീകൾക്ക് വരെ, ഒരു ഗർഭിണിയായ സ്ത്രീകൾക്ക് വരെ ഈ പ്രദേശത്തൊന്നും ജീവിക്കാൻ പറ്റിയാത്ത അവസ്ഥയാണ്. കാരണം പ്രഗ്നൻ്റായൊക്കെ ആയി കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് മാറി എവിടെയെങ്കിലും പോയി, കിലോമീറ്ററുകൾ മാറിപ്പോയി എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിച്ചാൽ മാത്രമാണ് ഒരു സുപ്രസവം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ ആ ഗർഭം ആ വയറ്റിൽ സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഭ്രൂണത്തിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് നാടായ നാട് മൊത്തം 5-6 മാസം ഈ കേരളത്തിലെ ജനങ്ങളെ ഇട്ട് വഞ്ചിച്ചല്ലോ, പറ്റിച്ചല്ലോ, പീഡന കഥകളും പറഞ്ഞുകൊണ്ട്. അതിനേക്കാൾ ഉപരി നാട് കാണി മലയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ജീവൻ എന്നാ വിലയില്ലേ? ഈ കാണിക്കുന്ന ഏറ്റവും വലിയ നിറുകെട്ട രാഷ്ട്രീയമാണ് ഈ കേരളത്തിൽ കാണിക്കുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അറിയാം. ഈ മാണി സി കാപ്പന്, ഈ ജോസ് കെ മാണി ഉൾപ്പെടെ ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കും ജോസ് കെ മാണി. ഇവിടെ അലറി വിളിച്ചു കഴിഞ്ഞാൽ, ഈ മലയെന്ന് അലറി വിളിച്ചു കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ വീട്ടിൽ കേൾക്കും. ഇവരൊന്നും അറിഞ്ഞില്ലെന്നുള്ള രീതിയിൽ കണ്ണടച്ച് ഇരുട്ടുവാക്കുകയാണ് ചെയ്യുന്നത്. ഇത് രാഷ്ട്രീയം പറയുന്നതല്ല. ഈ ജനങ്ങളുടെ ജീവന് സ്വസ്ഥ സമാധാനം കൊടുക്കണം. എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് വന്നിട്ട് ഈ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടെന്നാണ് ചോദിച്ചിട്ട് ഒന്നുകിൽ ഈ പ്രദേശവാസികളെ സ്വസ്ഥ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇവർക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇതെല്ലാം ഊർന്നിറങ്ങി പോകുന്നിടത്തോണ്ടാണ് ഇവർ പേടിച്ചിട്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഏട്ടാ, ഊർന്നു പോരുന്നതാണോ അത്? ഒരെണ്ണവ് പൊട്ടുമല്ലേ, അവിടുന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഈ സാധനം ഊർന്നു പോരുവാണോ അതോ പൊട്ടി താഴോട്ട് വരുവാണോ? ഇത് മുഴക്കമല്ലേ സംഭവത്തിന്. ജീവിതത്തിൽ എന്നും നമുക്ക് പേടിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റുമോ? ഇച്ചിരി കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഒരു കുഞ്ഞുണ്ടാവണമെന്ന് ഒരു മനസ്സും കൊണ്ടൊന്ന് ആലോചിക്കുക. മുണ്ടക്കൽ ചൂരമലയിൽ ഉരുള് പൊട്ടിയപ്പോൾ കോടാനുകോടി രൂപ പിരിച്ചിട്ട് ഇത്ര നാളായിട്ട് വീട് വെച്ച് പോലും കൊടുക്കാൻ പറ്റാതെ നിങ്ങൾ പോയില്ലേ? നിങ്ങൾക്ക് സാധിച്ചില്ലേ? അവർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകം മൊത്തം പിരിവെടുത്തല്ലോ. ഇപ്പോഴും അവർക്ക് തലയാക്കാനായിട്ട് ഒരിടം നേടിക്കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഇപ്പോഴും അവിടെയുള്ള പ്രദേശവാസികൾ കണ്ണീരും കയ്യല്ലേ? അതിനേക്കാളും വലിയൊരു അവസ്ഥയാണ് ഇവിടെ ഈ സംഭവിക്കാൻ പോകുന്നത്. ഈ നാടുകാണി മലയിൽ സംഭവിക്കാൻ പോകുന്നത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ട് നാടുകാണി മലയുടെ അടിവാരമായിട്ട് പറിച്ച് മാറ്റാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രദേശവാസികൾക്ക് സ്വസ്ഥ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ഈ പാറമട ലോബികളുടെ ഈ പ്രവർത്തനം നിർത്തിവെക്കുക. ഇത് ജനജീവിതത്തെ ദുസ്സഹപ്പെടുത്തുന്നതാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഈ പ്രദേശവാസികളുടെ ജീവന് സ്വത്തിന് സംരക്ഷണം കൊടുക്കുക.